ഹായ് ചങ്കളെ, എല്ലാവർക്കും മെഫ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത രീതിയിലും അതുപോലെ തന്നെ ഒരുപാട് തവണ ഒരേ രീതിയിൽ കഴിച്ച് മടുത്തിട്ടുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ടേസ്റ്റിലൊരു മോര് കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലെയുള്ള മനോഹരവും ഡിഫറെൻറ്റുമായ വീഡിയോകൾ എന്നും ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. മോരുകറി ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസായ തൈരാണിത്. ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/2 ലിറ്റർ. നല്ല പുളിയുള്ള തൈര് കൊണ്ട് വേണം മോരുകറി ഉണ്ടാക്കാനായിട്ട്. തീരെ പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കരുത്. ഈ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടും വെള്ളമൊഴിക്കാത്ത അത്യാവശ്യം കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനിയൊരു ബൗൾ എടുക്കുക. നല്ല പഴുത്ത 1.5 മുറി തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ള 2 കപ്പ് തൈരിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ തക്കാളിയുടെയൊക്കെ വെള്ളമൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങി വരണം. അതിനു വേണ്ടി ഒരു 10-20 മിനിറ്റ് അതിനെ ഒന്ന് റെസ്റ്റിന് വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ 7-8 ചെറിയുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പിക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗം നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് 1 മിനിറ്റ് സമയം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. മല്ലിയില ചേർത്ത് മോരുകറി ഉണ്ടാക്കിയാൽ അതിൻ്റെ രുചി വേറെ ലെവലാണ്. ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് മതിയാകും മൂത്ത് കിട്ടാൻ. മോരുകറി ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റമുളകും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. തീ കൂടുതലാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതേ രീതിയിൽ ഒരു തവണ നിങ്ങൾ തൈര് കറിയൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. തീർച്ചയായിട്ടും എന്നും നിങ്ങളുടെ വീട്ടിൽ ഇതേ രീതിയിലായിരിക്കും ഇനി മോര് കറി തയ്യാറാക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സായെന്ന് കണ്ടാൽ
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തൈര് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളെടുക്കുന്ന തൈര് നല്ല കട്ടി തൈരാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒട്ടും വെള്ളമൊഴിക്കാതെയാണ് നിങ്ങൾ മോരുകറി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ സാധാ മോരുകറിയിൽ നിന്നും ഇരട്ടി രുചിയിൽ നമുക്ക് മോരുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാ മോരുകറി ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളം ചേർത്ത് ലൂസാക്കി എടുത്തിട്ടാണ്. എന്നാൽ ഇതുപോലെ വെള്ളം ചേർക്കാതെ ഒരു തവണ നിങ്ങൾ മോരുകറി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് കൈയെടുക്കാതെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ മോരുകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മോരുകറി ഒരുപാടിട്ടൊന്നും തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. മോരുകറിയെ തിളയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയമാവുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ചൂടാവാത്ത മോരിൽ നമ്മൾ ഉപ്പ് ചേർത്താൽ ഉപ്പ് അലിഞ്ഞ് അതിൽ ചേരില്ല. നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറവായിട്ട് തോന്നും. വീണ്ടും നമ്മൾ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ചൂടാക്കുമ്പോൾ മുന്നേ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പ് ചൂട് കയറുമ്പോൾ അത് അലിഞ്ഞ് സ്പ്രെഡാകും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് രുചിക്കും. അതുകൊണ്ട് തന്നെ മോരുകറിയിൽ എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് രുചിക്ക് ഉപ്പ് കിട്ടും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു മോരുകറിയാണ്. ഇതേ രീതിയിൽ ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതേ രീതിയിലാണ് മോരുകറി തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. വെറും 3 മിനിറ്റ് കൊണ്ടൊരു അടിപൊളി മോരുകറി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. കാണാനെന്ത് മനോഹരം നോക്കി, കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ.